ഗർഭിണികൾക്ക് ഉണ്ടാവുന്ന ഒരു മെയിൻ ഇഷ്യൂ ആണ് അവർക്ക് ഉണ്ടാവുന്ന ഒരു ബാക്ക് പെയിൻ. മിക്കവാറും ഒരു 5th മന്ത് ഒക്കെ കഴിയുമ്പോഴായിരിക്കും ബാക്ക് പെയിൻ തുടങ്ങുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഈ പ്രഗ്നൻസി സമയത്ത് മസിൽസ് ഒരുപാട് സ്ട്രെച്ചായി വീക്ക് ആവുന്നു എന്നുള്ള ഒരു കാര്യം. അതുപോലെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു ബോഡിയുടെ പോസ്ചർ മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാരണങ്ങൾ കാരണമാണ് അവർക്ക് ഈ ബാക്ക് പെയിൻ ഇങ്ങനെ വരുന്നത്. അപ്പൊ ചെറിയ രീതിയിലുള്ള ബാക്ക് പെയിൻ ഒക്കെ പ്രഗ്നൻസിയിൽ നോർമൽ ആണ്. അത് ആദ്യം മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് ഒട്ടും പറ്റുന്നില്ല, അതായത് നല്ല പെയിൻ ഉണ്ട് എന്നൊക്കെ വരുമ്പോഴാണ് യൂഷ്വലി അവര് ഒരു ഡോക്ടറെ കാണാൻ വരുന്നത്. അപ്പൊ ആ സമയത്ത് യൂഷ്വലി നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണലി നമ്മൾ കഴിവതും മെഡിസിൻസ്, പ്രത്യേകിച്ച് പെയിൻ കില്ലേഴ്സ് പോലത്തെ മെഡിസിൻസ് നമ്മൾ പ്രഗ്നൻസിയിൽ അവോയ്ഡ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും എക്സ്റ്റേണലി നമുക്ക് നല്ല രീതിയിൽ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മൾ മരുന്നുകൾ വെച്ചിട്ടുള്ള ചെറിയ കിഴി ഉണ്ടാക്കിയിട്ട് അവർക്ക് ആ രീതിയിൽ ആ പെയിൻ ഉള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ചെറിയ രീതിയിൽ കിഴി പിടിച്ചു കൊടുക്കുക. വളരെ മൈൽഡായിട്ട്, അതായത് ഒരുപാട് അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ഇരുത്തിയിട്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ അവർക്ക് ബാക്കിൽ കിഴി വെച്ച് കൊടുക്കുക, എണ്ണ ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനത്തെ ചെറുതായിട്ട് ആവി കൊള്ളിക്കുക. അപ്പം അങ്ങനത്തെ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നല്ല റിലീഫും കിട്ടാറുണ്ട്. അതില്ല എവിടെയാണോ അവർ ബാക്കിൽ പെയിൻ പറയുന്നത് ആ സ്ഥലത്ത് മാത്രമാണ് നമ്മൾ ഈ ചെറിയ രീതിയിൽ മരുന്നുകൾ വെച്ചിട്ടുള്ള കിഴികൾ വെച്ച് കൊടുക്കുക. യൂസ് ചെയ്യുന്ന എണ്ണകൾ അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ അത് യൂസ് ചെയ്യണം. അപ്പോൾ എണ്ണകൾ യൂസ് ചെയ്യുമ്പോൾ പോസ്റ്റ്നേറ്റലി ആണെങ്കിൽ പോലും, ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ പോലും പെയിൻ ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വരാത്ത രീതിയും കാണാറുണ്ട്. അധികം പെയിൻ ഒന്നും ഉണ്ടാവാറില്ല. പോസ്റ്റ്നേറ്റലി ആണെങ്കിലും ബാക്ക് പെയിൻ ഒന്നും അധികം അവർക്ക് ഉണ്ടാവാറില്ല. ഇങ്ങനെ